വ്യാജരേഖകൾ ഉണ്ടാക്കി അവയവദാനം നടത്തുന്ന റാക്കറ്റിലെ 6 പേർ പോലീസ് പിടിയിൽ. എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് അറസ്റ്റുണ്ടായത്. 20 ലക്ഷത്തോളം രൂപയാണ് പല അവയവ കൈമാറ്റങ്ങളിലും ഇവരുടെ കൈകളിൽ എത്തുന്നത്. അവയവ റാക്കറ്റുകൾ മുൻപും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വ്യാപകമായ രീതിയിൽ സംസ്ഥാനത്തുടനീളം വേരുകളുള്ള ഒരു സംഘത്തെയാണ് ഇത്തവണ പോലീസ് കുടുക്കിയിരിക്കുന്നത്. ഇന്റലിജൻസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷനുകളെല്ലാം പ്ലാൻ ചെയ്തത്. 5 പോലീസ് ജില്ലകളിലാണ് ഇന്നലെ മുതൽ റെയ്ഡ് തുടരുന്നത്. ഇതിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബാണ് ഈ റാക്കറ്റിന്റെ തലവൻ. വളരെ സാധാരണക്കാരായ ആളുകളാണ് ഈ റാക്കറ്റിന്റെ കെണിയിൽപ്പെടുന്നത്. അവയവങ്ങൾ കിട്ടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരുണ്ട്. അവരുടെ ആ ജീവിത സാഹചര്യത്തെ മുതലെടുക്കുന്നു. ഒപ്പം ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ്. അവരെയും മുതലെടുക്കുന്നു. 30 മുതൽ 35 ലക്ഷത്തോളം രൂപയാണ് വൃക്കകൾക്ക് ഈ ഏജന്റുമാർ വാങ്ങുന്നത്. ഈ ദാതാക്കൾക്ക് കിട്ടുന്നത് 10 ലക്ഷത്തിൽ താഴെ രൂപയാണ്. ഇതിനുവേണ്ടി ഇവർ വ്യാജരേഖകൾ വരെ ചമയ്ക്കുന്നു, ആൾമാറാട്ടങ്ങൾ നടത്തുന്നു. ഇതാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഇതിൽ ജനപ്രതിനിധികളുടെ അടക്കം വ്യാജരേഖകൾ ഇവർ തയ്യാറാക്കിയതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എറണാകുളം റൂറലിൽ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊല്ലത്തും കൊച്ചി സിറ്റിയിലുമായും കേസുകളുണ്ട്. ഇതിലെ പ്രധാനിയായിട്ടുള്ള മുഹമ്മദ് നജീബിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ സബ് ഏജന്റായിട്ടുള്ള യുവതിയടക്കം ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും 2 കൂട്ടരുടെയും, അതായത് വൃക്ക സ്വീകരിക്കുന്നവരുടെയും വൃക്ക നൽകുന്നവരുടെയും ജീവിത സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് ഈ ഏജന്റുമാർ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.